നേപ്പാൾ യുവതി പോലീസ് ഓഫീസറുടെ മൂക്കിടിച്ച് തകർത്തു കളഞ്ഞു. ഓഫീസറുടെ ഒപ്പമുണ്ടായിരുന്ന 3 പോലീസുകാരെ കടിച്ചും മാന്തിയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 91 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള വ്യാപക പരിശോധനയും അന്വേഷണവും അറസ്റ്റുമൊക്കെ ഏകദേശം തണുത്ത മട്ടാണ്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് വരുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടോ ഉപയോഗം കുറഞ്ഞിട്ടോ അല്ല, അതങ്ങനെയാണ്. നമ്മൾ ആരംഭശൂരന്മാർ മാത്രമാണ്. ഇച്ഛാശക്തിയില്ലാത്ത ഉദ്യോഗസ്ഥരാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഞെട്ടിക്കുന്ന രീതിയിലാണ് കേരളത്തിൽ നിന്നും കിൻഡൽ കണക്കിന് മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തത്. അന്യ സംസ്ഥാന തൊഴിലാളികളും അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയവരും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും ഒക്കെ കൂടി ദൈവത്തിന്റെ സ്വന്തം നാട് മയക്കുമരുന്നിന്റെ നരക നാടാക്കി മാറ്റിയിരിക്കുന്നു. ഇതിപ്പോ എറണാകുളം അയ്യമ്പുഴയിൽ നടന്നതും ലഹരിയിൽ സംഭവിച്ചതാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ അയ്യമ്പുഴയിൽ രാത്രിയിൽ ചുറ്റിക്കറങ്ങിയ നേപ്പാൾ സ്വദേശികളോട് പോലീസ് വിവരങ്ങൾ തിരക്കി. യുവതിയുടെ ഫോൺ വാങ്ങി പരിശോധിച്ചു. ഇതിൽ പ്രകോപിതയായ സഞ്ജുമായ ലിംബു എന്ന നേപ്പാളി പെൺകുട്ടി എസ്ഐയുടെ മൂക്കിടിച്ച് തകർത്തു. ലഹരിയിൽ ബോധമില്ലാതെ അക്രമം കാട്ടിയ സഞ്ജുമായെയും സുമൻ എന്ന ചെറുപ്പക്കാരനെയും മറ്റ് പോലീസുകാർ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി. പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ച പെൺകുട്ടിയെ പിടികൂടുമ്പോഴാണ് 3 പോലീസുകാർക്ക് കൂടി പരിക്കേറ്റത്. പോലീസുകാരെ കടിച്ചും മാന്തിയും നേപ്പാളി ആക്രമിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്നിടത്തെല്ലാം പോലീസിനെതിരെ, കച്ചവടക്കാർക്കെതിരെ, നാട്ടുകാർക്കെതിരെയുള്ള അക്രമം വ്യാപകമായി മാറിയിരിക്കുന്നു. 99% കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ച് തന്നെയാണ്. ആസാം, ഒഡീഷ, നേപ്പാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ബംഗ്ലാദേശ് ഈ സ്ഥലങ്ങളൊക്കെ മയക്കുമരുന്നുകൾ സുലഭമായി ലഭിക്കുന്ന ഇടങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസമോ കേരളത്തിലുള്ളതുപോലുള്ള വലിയ വികസനങ്ങളോ ഒന്നും തന്നെയില്ല. ചെറിയ പൈസ കൊടുത്തും ഫ്രീ ആയും ഒക്കെ അവിടെ നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്നുകൾ നിരന്തരമായി കേരളത്തിലെത്തിച്ച് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇവർ വിൽക്കുന്നു. ഇതിൽ 10% പോലും പിടിച്ചെടുക്കുവാൻ നമ്മുടെ എക്സൈസിനോ പോലീസിനോ സാധിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. യാതൊരു യാത്രാ താമസ രേഖകളുമില്ലാതെ, കൃത്യമായ ആധാർ കൈവശമില്ലാതെ ആയിരക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇതിൽ തൊഴിൽ തേടി വന്നവരും കൃത്യമായി തൊഴിൽ ചെയ്ത് പണം സമ്പാദിക്കുന്നവരും 40%-ലും താഴെയാണ്. ബാക്കിയുള്ള ഭൂരിഭാഗവും സ്വന്തം നാടുകളിൽ വിവിധ അക്രമങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും പെട്ട് പോലീസ് കേസുകൾ ഉള്ളവരാണ്. അവരുടെ സുരക്ഷിത ഒളിത്താവളമാണ് കേരളം. കേരളത്തിൽ വ്യാപകമായിരിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണികൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇന്ത്യയുടെ തൊഴിൽ സ്വാതന്ത്ര്യ നിയമം യഥാർത്ഥത്തിൽ ദുരുപയോഗം ചെയ്യുകയാണ് ഇവരെക്കുറിച്ചുള്ള കൃത്യമായ രേഖകൾ ശേഖരിക്കാനോ പ്രത്യേക തിരിച്ചറിയൽ കാർഡുകൾ നൽകാനോ നമ്മുടെ സംസ്ഥാനത്ത് യാതൊരു സംവിധാനവും പ്രവർത്തിക്കുന്നതേയില്ല. ഇനിയും ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തിൽ പരിഗണിച്ചില്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് കണക്ക് കൂട്ടലുകൾക്കും അതീതമായ വൻ ദുരന്തങ്ങൾ തന്നെയായിരിക്കും.